ക്രിസ്തുവിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവരിഡേയിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. കർത്താവിൽ സ്നേഹവന്ദനം. ഈ ദിവസവും ദൈവവചനം ഒരുമിച്ച് പഠിക്കാൻ കിട്ടിയ അവസരത്തിന് നന്ദി. അതെ, നമ്മൾ ഇന്ന് ഒരുമിച്ച് ധ്യാനിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 39 അധ്യായമാണ്. കഴിഞ്ഞ തവണ നമ്മൾ യൂദായുടെയും താമാറിന്റെയും കുറച്ച് സങ്കീർണമായ വഴികളിലൂടെയൊക്കെ പോയി. ശരിയാണ്, ദൈവത്തിന്റെ പദ്ധതികൾ ചിലപ്പോ നമ്മൾ ചിന്തിക്കാത്ത വഴികളിലൂടെയാണ് പോകുന്നതെന്ന് കണ്ടു. ഇന്ന് നമ്മൾ തിരിച്ച് ഈജിപ്തിലേക്ക് വരികയാണ്. ഓർക്കുന്നുണ്ടാവുമല്ലോ, സഹോദരന്മാര് വിറ്റുകളഞ്ഞ ജോസഫിന്റെ അടുത്തേക്ക്. അതെ, സ്വപ്നങ്ങളുടെ ആ വർണ്ണക്കുപ്പായമൊക്കെ പോയി കിണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട് അവസാനം ഇതാ ഈജിപ്തിലൊരു അടിമയായിട്ട് 20 വെള്ളി ക്യാഷിന് ഇഷ്മായേലിയർക്ക് വിറ്റു. അവര് പിന്നെ ഫറവോന്റെ ഒരു പ്രധാന ഉദ്യോഗസ്ഥനും വിറ്റു, പോത്തീഫർ അല്ലേ? അതെ, പോത്തീഫർ, ഫറോന്റെ അംഗരക്ഷകരുടെ സേനാധിപൻ. അപ്പോ ചെറിയ ആളല്ല, ഒരു വലിയ വീട്ടിലാണ് ജോസഫ് എത്തുന്നത്, പക്ഷെ അടിമയായിട്ട്. തുടക്കം അങ്ങനെയാണെങ്കിലും അവിടെ ദൈവത്തിന്റെ ഒരു പ്രത്യേക ഇടപെടല് നമ്മൾ കാണാൻ തുടങ്ങുന്നു അല്ലേ? തീർച്ചയായും, അതാണ് ഈ അധ്യായത്തിന്റെ ഒരു കാതൽ. ഉൽപ്പത്തി 39 2 വാക്യം തന്നെ പറയുന്നു, യഹോവ ജോസഫിനോടുകൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ കൃതാർത്ഥനായി. ആ വാക്ക് കൃതാർത്ഥനായി. ഒരടിമ എങ്ങനെയാ കൃതാർത്ഥനാവുന്നത്? അതാണ്, അവൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ദൈവം കൂടെ നിന്നു, അവനൊരു പ്രത്യേക വിജയം കൊടുത്തു. വെറുതെ ഒരു ആത്മീയ അനുഭവം മാത്രമല്ല, അത് മറ്റുള്ളവർക്ക്, പ്രത്യേകിച്ച് യജമാനനായ പോത്തീഫറിന് കാണാൻ പറ്റിയെന്നുള്ളതാണ്. അതെ, അത് തന്നെ. ഒരു പുറജാതിക്കാരനാണ് പോത്തീഫർ, പക്ഷെ തന്നെ ഈ എബ്രായ അടിമയിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ദൈവം കൂടെയുണ്ട്, ഇവൻ ചെയ്യുന്നതൊക്കെ ഫലിക്കുന്നു എന്നയാൾക്ക് മനസ്സിലായി. 3 വാക്യത്തിൽ അത് പറയുന്നുണ്ടല്ലോ, അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധ്യമാക്കുന്നു എന്ന് അവന്റെ യജമാനൻ കണ്ടു. ഈ തിരിച്ചറിവ് കാരണം പോത്തിഫർ അവനെ വെറും അടിമപ്പണിയിൽ നിന്ന് മാറ്റി തന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരാളാക്കി. കാര്യവിചാരകൻ, ഓവർസിയർ. തന്റെ വീടും സ്വത്തുമെല്ലാം അവന്റെ കയ്യിൽ കൊടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അടിമയിൽ നിന്ന് നേരെ മേൽനോട്ടക്കാരനായി. കാരണം എന്താ? ദൈവം കൂടെയുണ്ട് എന്ന് യജമാനൻ കണ്ടു. അതെ, മാത്രമല്ല ജോസഫ് കാരണം ആ വീടിന് മുഴുവൻ അനുഗ്രഹം കിട്ടിയെന്നും പറയുന്നു. വീട്ടിലെ കാര്യത്തിലും ശരി, പുറത്ത് വയലിലെ കാര്യത്തിലും ശരി. അത് നമുക്കൊരു വലിയ പാഠമാണ്. നമ്മൾ എവിടെയാണെങ്കിലും ദൈവത്തോട് വിശ്വസ്തരാണെങ്കിൽ നമ്മുടെ സാന്നിധ്യം തന്നെ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറും. ശരിയാണ്. അപ്പൊ ജോസഫ് അവിടെ ഉയരങ്ങളിലെത്തി. കാര്യങ്ങൾ നോക്കാൻ മിടുക്കൻ, കാണാനും നല്ല ഭംഗിയുള്ളവൻ, യജമാനന്റെ പൂർണ്ണ വിശ്വാസം, അടിമയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല അവസ്ഥ. പക്ഷെ ഈ ഉയർച്ചയുടെ സമയത്താണ് പലപ്പോഴും വലിയ പ്രലോഭനങ്ങളും വരുന്നതല്ലേ? അതെ അതെ, ഇവിടെയും അത് സംഭവിച്ചു, പോത്തിഫറിന്റെ ഭാര്യയുടെ രൂപത്തിൽ. തിരുവെഴുത്ത് പറയുന്നത് അവൾ ജോസഫിന്റെ മേൽ കണ്ണുവെച്ചു എന്നാണ്. എന്നിട്ട് നിരന്തരമായി ഒരേ ആവശ്യം, എന്നോടുകൂടെ ശയിക്കുക. അതൊരു വലിയ പ്രതിസന്ധിയാണ് ജോസഫിന്. ഒന്നോർത്തു നോക്കൂ, അവൻ അടിമ, അവൾ യജമാനത്തി. അവൾ പറയുന്നതനുസരിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? വലിയ അപകടമാണ്. ഒരുപക്ഷെ കൂടുതൽ സൗകര്യങ്ങൾ കിട്ടുമായിരിക്കും അനുസരിച്ചാൽ. അല്ലെങ്കിൽ പിന്നെ കള്ളക്കേസോ ശിക്ഷയോ മരണമോ എന്തും വരാം. പക്ഷേ ജോസഫിന്റെ മറുപടി, അതാണ് അവന്റെ ദൈവവിശ്വാസത്തിന്റെ ആഴം കാണിക്കുന്നത്. എന്താ അവൻ പറഞ്ഞത്? യജമാനൻ വീട്ടിൽ ഒന്നും എനിക്കറിയാതെ വെച്ചിട്ടില്ല, എല്ലാം എന്റെ കയ്യിലാ തന്നേക്കുന്നത്. ഈ വീട്ടിൽ എന്നെക്കാൾ വലിയവനായി ആരുമില്ല, നിങ്ങളെയല്ലാതെ യജമാനന്റെ ഭാര്യയായതുകൊണ്ട് വേറൊന്നും എനിക്ക് വിലക്കിയിട്ടുമില്ല. എന്നിട്ടവൻ ചോദിക്കുന്നു, ആകയാൽ ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നതെങ്ങനെ? അവിടെ 2 കാര്യങ്ങളുണ്ട്. 1, യജമാനനോടുള്ള കൂറ്. 2, അതിനേക്കാൾ വലുതായിട്ട് ദൈവത്തോടുള്ള ഭയം. ദൈവത്തോട് പാപം ചെയ്യുന്നതെങ്ങനെ? അതാണ് പ്രധാനം. മനുഷ്യർ കാണുന്നുണ്ടോ ഇല്ലയോ എന്നല്ല, ദൈവം കാണുന്നു എന്ന ബോധ്യം. അതാണ് തീരുമാനങ്ങളുടെ അടിസ്ഥാനം. അവൾ ദിവസവും നിർബന്ധിച്ചു, പക്ഷെ അവൻ വഴങ്ങിയില്ല. അവസാനം ഒരു ദിവസം ആരുമില്ലാത്ത തക്കം നോക്കി അവൾ അവന്റെ വസ്ത്രത്തിൽ പിടിച്ചു വലിച്ചു. അപ്പോ ജോസഫ് എന്തു ചെയ്തു? അവിടെ നിന്ന് സംസാരിക്കാനോ ന്യായീകരിക്കാനോ നിന്നില്ല. ഇല്ല, വസ്ത്രം അവളുടെ കയ്യിലിട്ടിട്ട് ഓടി രക്ഷപ്പെട്ടു. അതെ, പാപത്തിൽ നിന്ന് ഓടി അലുക. അതാണ് ഏറ്റവും നല്ല പ്രതിരോധം. വലിയൊരു പാഠം. പക്ഷെ ആ ഓട്ടം അവനെ കൊണ്ടെത്തിച്ചത് വേറൊരു കുരുക്കിലാണ്. ശരിയാണ്, അവൾക്ക് ദേഷ്യവും അപമാനവുമായി. അവൾ ആ വസ്ത്രം തന്നെ തെളിവായിട്ടെടുത്തു. എന്നിട്ട് ഭർത്താവിനോടും മറ്റുള്ളവരോടും കള്ളം പറഞ്ഞു, ജോസഫ് തന്നെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചെന്ന്. സ്നേഹം നിഷേധിച്ചപ്പോൾ അത് പകയായി മാറി.
പോത്തിഫറിന് ഇത് കേട്ടപ്പോൾ ദേഷ്യം വന്നു. വല്ലാതെ കോപിച്ചു എന്ന് വചനം പറയുന്നു. പക്ഷേ അവിടെയും എന്തോ ഒരു ദൈവിക ഇടപെടലുണ്ട്. കാരണം സാധാരണഗതിയിൽ ഇങ്ങനെയൊരു ആരോപണം വന്നാൽ അടിമയുടെ തല പോകും. പക്ഷെ പോത്തിഫർ അവനെ കൊന്നില്ല. ഒരുപക്ഷേ ജോസഫിന്റെ പഴയ നല്ല നടപ്പിലൊരു വിശ്വാസം കാണുമായിരിക്കും. അല്ലെങ്കിൽ ഭാര്യയെ അത്ര വിശ്വാസം പോരായിരിക്കും. എന്തായാലും അല്ലെങ്കിൽ ദൈവം ഇടപെട്ടതാവാം. അവനെ രാജാവിന്റെ തടവുകാരെ ഇടുന്ന ജയിലിലടച്ചു. അതും പോത്തിഫറിന്റെ ഒരു മേൽനോട്ടത്തിലുള്ള ഒരിടം തന്നെ. അപ്പൊ നോക്കിക്കേ, നീതിയായിട്ട് നിന്നതിന്റെ സമ്മാനമെന്താ? ജയിലാണ്. ദൈവത്തിനു വേണ്ടി പാപം ചെയ്യാതെ ഓടിയപ്പോൾ കിട്ടിയത് ഇരുട്ടറ. മാനുഷികമായി നോക്കുമ്പോൾ വലിയ നിരാശ തോന്നും. ദൈവത്തിനു വേണ്ടി നിലകൊണ്ടാൽ കഷ്ടപ്പാടാണോ കിട്ടുന്നത് എന്ന് ചിന്തിച്ചു പോകും. പക്ഷേ കഥ അവിടെ തീരുന്നില്ല. ജോസഫിന്റെ ജീവിതത്തിലെ ഏറ്റവും താഴ്ന്ന അവസ്ഥയെന്ന് തോന്നുന്ന ആ ജയിലിലും ഈ അധ്യായത്തിൽ നമ്മൾ ആദ്യം കേട്ട ആ വാചകം വീണ്ടും കേൾക്കുന്നു. ഏത് വാചകം? എന്നാൽ യഹോവ ജോസഫിനോട് കൂടെയുണ്ടായിരുന്നു. 39:21. ശരിയാണ്. അത് വലിയൊരു പ്രത്യാശയാണ്. ദൈവം കൊട്ടാരത്തിലെ സുഖത്തിൽ കൂടെയുണ്ടായിരുന്നതുപോലെ ഈ ജയിലിലെ ഇരുട്ടിലും കൂടെയുണ്ട്. ദൈവം അവനോട് ദയ കാണിച്ചു. ആ ദൈവസാന്നിധ്യം അവിടുത്തെ ജയിൽ പ്രമാണിയുടെ മനസ്സിൽ പ്രവർത്തിച്ചു. അയാൾക്ക് ജോസഫിനോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നി. വീണ്ടും അത്ഭുതം. പോത്തിഫറിന്റെ വീട്ടിൽ നടന്ന പോലെ തന്നെ ജയിൽ പ്രമാണി അവിടുത്തെ എല്ലാ തടവുകാരുടെയും ചുമതല ജോസഫിനെ ഏൽപ്പിച്ചു. അതെ, അവിടെ നടക്കുന്ന സകല കാര്യങ്ങളുടെയും മേൽനോട്ടം ജോസഫിനായി. ഒരു തടവുപുള്ളി മറ്റു തടവുപുള്ളികളുടെ മേൽനോട്ടക്കാരൻ. ആ ഉത്തരവാദിത്വവും അവൻ നന്നായിട്ട് ചെയ്തു. ജയിൽ പ്രമാണിക്ക് പിന്നെ ഒന്നിനെക്കുറിച്ച് നോക്കേണ്ടി വന്നില്ല. കാരണം അവസാനം വീണ്ടും പറയുന്നു, യഹോവ അവനോടുകൂടെയുണ്ടായിരുന്നു, അവൻ ചെയ്തതൊക്കെയും യഹോവ സാധ്യമാക്കി. അപ്പോ സാഹചര്യം എത്ര മോശമായാലും ദൈവം കൂടെയുണ്ടെങ്കിൽ അവിടെയും ഒരു അഭിവൃദ്ധിയുണ്ട്, കാര്യങ്ങൾ നടക്കും. തീർച്ചയായും. ഈ അധ്യായം നമ്മുടെ ഇന്നത്തെ ജീവിതത്തിന് ഒരുപാട് കാര്യങ്ങൾ തരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു, ഒന്നാമതായിട്ട് വിശ്വസ്തതയുടെ കാര്യം. ഉയർച്ചയിലായാലും താഴ്ചയിലായാലും ദൈവത്തോടും മനുഷ്യരോടും വിശ്വസ്തനായിരിക്കുക. അതെ, പ്രത്യേകിച്ച് നമ്മൾ കുറച്ച് സ്ഥാനങ്ങളിലൊക്കെ എത്തുമ്പോൾ വരുന്ന പ്രലോഭനങ്ങൾ, ജോലിസ്ഥലത്തെ പ്രശ്നങ്ങൾ, അധികാര ദുർവിനിയോഗം, സത്യസന്ധത കുറവ്. ശരിയാണ്, ഓഫീസ് റൊമാൻസ് എന്നൊക്കെ പറയുന്ന പോലെ. അതെ, അപ്പോഴൊക്കെ ജോസഫിന്റെ ആ ചോദ്യം ഓർക്കണം, ഞാൻ എങ്ങനെ ദൈവത്തോട് പാപം ചെയ്യും? ആ ദൈവഭയമാണ് പ്രധാനം. പിന്നെ അന്യായമായിട്ട് കുറ്റം ആരോപിക്കപ്പെടുന്നത്. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരാളെ മോശമാക്കാൻ എളുപ്പമല്ലേ? ക്യാൻസൽ കൾച്ചർ എന്നൊക്കെ പറയില്ലേ? അതെ അതെ, നമ്മൾ സത്യത്തിനു വേണ്ടി നിന്നിട്ട് തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ, ഒറ്റപ്പെടുമ്പോൾ ജോസഫിനെ പോലെ തളരാതെ ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവം അവസാനം നീതി നടത്തും. പിന്നെ ഈ തടവറ അനുഭവങ്ങൾ, ജോലി പോവുക, ബിസിനസ് തകരുക, രോഗം വരിക, ഇതൊക്കെ നമ്മളെ ഒരു തരം ജയിലിലാക്കും. ശരിയാണ്. പക്ഷെ ജോസഫിന്റെ അനുഭവം കാണിക്കുന്നത് അത്തരം ജയിലുകളെ പോലും ദൈവം നന്മയ്ക്കായി ഉപയോഗിക്കും എന്നാണ്. അതൊരു പക്ഷേ നമ്മളെ ഒരുക്കാനുള്ള, പഠിപ്പിക്കാനുള്ള ഒരു സ്ഥലമായിരിക്കും. അതെ, ജോസഫിന് ആ ജയിലൊരു പരിശീലന കളരി പോലെയായിരുന്നു അല്ലേ? ഭാവിയിലെ വലിയ ഉത്തരവാദിത്തങ്ങൾക്കുള്ള ഒരുക്കം. പിന്നെ വേറൊരു കാര്യം, നമ്മൾ കഷ്ടപ്പാടിലായിരിക്കുമ്പോഴും മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ജോസഫ് ജയിലിൽ വെറുതെ ഇരുന്നില്ല. അവൻ ജയിൽ പ്രമാണിയെ സഹായിച്ചു, മറ്റു തടവുകാരെ നോക്കി. നമ്മുടെ വേദനയിൽ മാത്രം ശ്രദ്ധിക്കാതെ നമ്മുടെ ചുറ്റുമുള്ളവരെ കാണാനും സഹായിക്കാനും നമുക്ക് കഴിയണം. അതെ, അതാണ് ഈ അധ്യായത്തിന്റെ ആകത്തുക. ദൈവസാന്നിധ്യം സാഹചര്യങ്ങൾക്കതീതമാണ്. കൊട്ടാരത്തിലും തടവറയിലും അത് അനുഗ്രഹമാണ്. ദൈവം തിന്മയെ നന്മയാക്കി മാറ്റും. പോത്തിഫറിന്റെ ഭാര്യയുടെ ദുഷ്ടത, ജയിലിലെ കഷ്ടപ്പാട്, ഇതൊക്കെ അവസാനം ജോസഫിനെ കൊട്ടാരത്തിലെത്തിക്കാനുള്ള വഴിയായി മാറി. അതെ, പരീക്ഷകളും കഷ്ടപ്പാടുകളും വിജയത്തിന്റെ പടികളാക്കി മാറ്റുന്ന ദൈവം. പ്രിയ ശ്രോതാവേ, നിങ്ങളിപ്പോൾ ജോസഫിനെ പോലെ ഒരു ഉയർച്ചയിലാണോ, അതോ ഒരു തടവറയുടെ അനുഭവത്തിലാണോ? എവിടെയായിരുന്നാലും ദൈവത്തിൽ ആശ്രയിക്കുക, വിശ്വസ്തരായിരിക്കുക. യഹോവ നിങ്ങളോടു കൂടെയുണ്ട്, അവൻ നിങ്ങളെ കൈവിടില്ല. നമുക്ക് ഈ വലിയ സത്യങ്ങളോർത്ത് നമ്മുടെ പോരാട്ടങ്ങളിൽ ദൈവത്തിൽ ആശ്രയിക്കാൻ ശക്തിക്കായി പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങ് തടവുകാരെ ജ്ഞാനം ധരിപ്പിക്കുന്നവനും കാരാഗൃഹത്തെപ്പോലും നിശബ്ദമായ അധികാരത്താൽ കിരീടമണിയിക്കുന്നവനുമാണല്ലോ. ഒഴിവാക്കപ്പെട്ട മോഹങ്ങളുടെയും കർത്തവ്യബോധത്തോടെയുള്ള വീഴ്ചകളുടെയും ഞങ്ങളുടെ തടവറകളിലേക്ക് ഇറങ്ങിവരേണമേ.
മറഞ്ഞിരിക്കുന്ന അപകടങ്ങളുമായുള്ള ഞങ്ങളുടെ സല്ലഭങ്ങളെയും ഇന്നലത്തെ ആഗ്രഹങ്ങൾക്ക് ഞങ്ങൾ വിട്ടുകൊടുത്ത ഇടങ്ങളെയും ക്ഷമിക്കണമേ. വിജയം ഞങ്ങളുടെ പായ്ക്കപ്പലുകളെ വേഗത്തിൽ വീർപ്പിക്കുമ്പോൾ ഞങ്ങളുടെ മേൽനോട്ടത്തിലെ വീഴ്ചകളെ ക്ഷമിക്കണമേ. ഞങ്ങളുടെ ഭാഗികമായ വിശ്വാസത്തിലെ പോത്തിഫർമാരെയും അലയുന്ന ഞങ്ങളുടെ ഇഷ്ടങ്ങളിലെ ഭാര്യമാരെയും തഴമ്പിച്ച ഞങ്ങളുടെ വിധികളിലെ കാരാഗ്രഹ പ്രമാണികളെയും ക്ഷമിക്കണമേ. ജോസഫിന്റെ വസ്ത്രം നഷ്ടപ്പെട്ട ഓട്ടത്തിനും അന്തിമ പതനത്തിനിടയാക്കാത്ത വിശ്വസ്തതയുടെ വേഗതയേറിയ വിടവാങ്ങലിനും നന്ദി. പോത്തിഫറിന്റെ അഭിവൃദ്ധിപ്പെട്ട സമ്പത്തിനും ബന്ധിതമായ നെറ്റിത്തടങ്ങളിൽ നിന്ന് വിരിഞ്ഞ അനുഗ്രഹങ്ങൾക്കും നന്ദി. തടവറയിലെ വിരോധാഭാസമായ സ്ഥാനത്തിനും അവിടെ ചങ്ങലകൾ ഒരു ചെങ്കോലിന്റെ സൂക്ഷ്മമായ ചലനത്തെ രൂപപ്പെടുത്തിയതിനും നന്ദി. അങ്ങ് കൂരിരുട്ടിനെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിനും തിന്മയുടെ നൂലിൽ നിന്ന് നന്മ നെയ്തെടുക്കുന്നതിനും കീറിയ അടയാളങ്ങളെ സാക്ഷ്യത്തിന്റെ സിംഹാസനങ്ങളാക്കി മാറ്റുന്നതിനും നന്ദി. ഞങ്ങളുടെ ഇപ്പോഴത്തെ നൈൽ നദിയിലെ പ്രളയതുല്യമായ ഭ്രാന്തുകളിൽ ആപ്പുകൾ സമ്പന്നരെ വശീകരിക്കുന്നു, ആരോപണങ്ങൾ കുറ്റാരോപിതരുടെ മേൽ ഹിമപാതം പോലെ വീഴുന്നു, പ്രതികൂല സാഹചര്യങ്ങൾ അഭിലാഷികളെ ബന്ധിക്കുന്നു, അങ്ങ് ഞങ്ങളുടെ തകർച്ചകളെ അത്ഭുതങ്ങളാക്കി മാറ്റുന്ന കൂടെയുണ്ട് എന്ന മന്ത്രണമായിരിക്കണമേ. ദൈവത്തിനെതിരെ എന്ന കവാടം കാക്കാൻ ഞങ്ങൾക്ക് ധൈര്യം നൽകണമേ. പ്രാപിടിയന്റെ തീക്ഷ്ണതയോടെ ഓടിപ്പോകാൻ കൃപ നൽകണമേ. അഴികൾക്കുള്ളിൽ അങ്ങയുടെ കപ്പലുകൾ കാണാൻ ദൃഷ്ടി നൽകണമേ. വിജയങ്ങൾ മാത്രമല്ല, നിഴലുകളെയും പരിപാലിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നിശബ്ദരാക്കപ്പെട്ടവരെ ഉപദേശിക്കാനും മുറിവേറ്റവരെ സുഖപ്പെടുത്താനും തെറ്റുകളിൽ നിന്ന് വൈദഗ്ധ്യത്തിലേക്ക് മാർച്ച് ചെയ്യാനും ഒരു കുഴിയും ഉദ്ദേശമില്ലാതെ അങ്ങയുടെ കൊട്ടാരത്തിനു മുൻപാകില്ലെന്നും ഓരോ ഓട്ടവും വിശ്വാസത്തിന്റെ ചിറകുകളിലെ തൂവലാണെന്നും ഞങ്ങളെ ഓർമ്മിപ്പിക്കണമേ. അനീതിയുടെ തടവറയിലായിട്ടും വീണ്ടെടുപ്പിന്റെ ഭരണം നടത്താൻ ഉയർത്തെഴുന്നേറ്റവനും ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് കുരിശിലേക്ക് ഓടിപ്പോയി ഉയർത്തെഴുന്നേൽപ്പിന്റെ ശോഭയോടെ വസ്ത്രം ധരിച്ചു മടങ്ങി വന്നവനുമായ ആത്യന്തിക ജോസഫായ യേശുക്രിസ്തു വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ആമേൻ. ഇന്നത്തെ നമ്മുടെ ഈ ചിന്തകൾ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് കരുതുന്നു. ഓർക്കുക, നമ്മുടെ ഈ ബൈബിൾ പഠന യാത്ര എല്ലാ ഞായറാഴ്ചകളിലും തുടരുന്നതാണ്. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈ സമയം ഞങ്ങളോടൊപ്പമായിരുന്ന നിങ്ങൾക്കേവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി. അടുത്ത ആഴ്ച കാണാം. അതുവരെ ദൈവകൃപയിൽ നിലനിൽക്കുക.